ഹലോ അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കാനില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നോക്കാം. എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ടത്തെ അല്ല കേട്ടോ, രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ്. അപ്പം പ്രത്യേകിച്ചൊന്നുമല്ല കേട്ടോ, വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് ഞാനിടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം രാവിലെ അതുപോലെ തന്നെ എഴുന്നേറ്റ് രാവിലെ അടുക്കളയിലുള്ള ഓരോരോ പണികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്താണെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്, അതുമല്ല വീഡിയോ ഇട്ടിട്ടാണ് 2-3 ദിവസമായി. എന്നാൽ വീഡിയോസ് എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പം നമ്മൾ വീഡിയോസ് എടുക്കാൻ നിന്ന് കേട്ടോ. അപ്പം ഇന്ന് കറി വെക്കാൻ പോകുന്നതെന്ന് ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു. ചക്കക്കുരു ഒക്കെ ചിരണ്ടി എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ച് കേട്ടോ. അതുപോലെ തന്നെ ചായക്ക് പാല് അടുപ്പി വെച്ചേക്കുന്നു, കഞ്ഞി ഒരടുപ്പി ഇരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം രാവിലെ എഴുന്നേറ്റ് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പം എന്താ ചക്കക്കുരു മാങ്ങയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം ചക്കക്കുരു ഇതുപോലെ ഒന്ന് 2 അകക്കുരു എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കാലമായാൽ പിന്നെ ചക്കക്കുരു മാങ്ങയുടെ കളി തന്നെയാണെന്ന് വിചാരിക്കല്ല കേട്ടോ. നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് ചക്കക്കുരു മാങ്ങയും കറിയാണ് വെക്കുന്നത് കേട്ടോ. വളരെയധികം ഇഷ്ടമുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ. പക്ഷേ ഇന്ന കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണക്കമീൻ ഇല്ലാതായിപ്പോൾ കേട്ടോ. ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ ചക്കക്കുരും മാങ്ങയും കറി ഉണക്കമീൻ മാത്രം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ചക്കക്കുരുമൊക്കെ റെഡിയാക്കി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുരിങ്ങക്കായും മാങ്ങയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് പാല് തിളച്ച് പൊങ്ങി റെഡിയാവുന്നുണ്ട് കേട്ടോ. ഇതാ ചക്കക്കുരു കീറി ഇങ്ങനെ എടുത്തതിന് ശേഷം മുരിങ്ങക്കായും ഇതുപോലെ മുറിച്ചിട്ടു. അതിനുശേഷം എന്താ നമ്മുടെ മാങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാങ്ങ ഫുള്ള് നമ്മൾ ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ പുളിയില്ലാത്ത സൈസ് മാങ്ങയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ പുറം തോലിൽ അത് ചെത്തിക്കളയുന്നില്ല കേട്ടോ. ഇത് അതുപോലെ തന്നെ കഷ്ണിച്ച് അങ്ങ് ഇടുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ വലിയ ഷേപ്പും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുക്കറിലേക്ക് വെച്ചിട്ട് എളുപ്പം ഒന്ന് അടിച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ജോലികൾ എളുപ്പം തീർക്കണം കേട്ടോ. പിന്നെ ഇന്ന് കാപ്പിക്ക് അപ്പവും പിന്നെ കടലക്കറി ആണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാം ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഈ കറിയുടെ റെസിപ്പി നമ്മൾ ഇടുന്നില്ല. കറി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. റെസിപ്പി ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്തൊരു ദിവസം ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ട് എടുക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അതിനുള്ള സമയമില്ല. നമുക്കിന്ന് കച്ചവടത്തിനും പോകണം. നമ്മൾ റെസിപ്പിയൊക്കെ ആയിട്ട് എടുത്ത് അതിൻ്റെ വിശദീകരിച്ച് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമയം ഒരുപാട് പോകും കേട്ടോ. ഇതിപ്പം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യും കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യുമ്പം പിന്നെ അതിൻ്റേതായ പാടുമുണ്ട്. പിന്നെ അത് കട്ട് ചെയ്യാനും എടുക്കാനൊക്കെ കുറേ പാടുമുണ്ട് കേട്ടോ. എന്താണ് നിങ്ങളുടെ മുന്നിൽ വരാതിരിക്കുമ്പം വല്ലാത്തൊരു വിഷമവും കൂടെയാണ്. അപ്പം എന്താ ചക്കക്കുരു മാങ്ങയൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെക്കുന്നു. നമ്മൾ കുക്കറിലായതുകൊണ്ടാണ് ഉപ്പ് ഇപ്പം തന്നെ ഇടുന്നത്. അല്ലാതെ നമ്മൾ ചട്ടിയിലോ എല്ലാം വെക്കുന്നതെങ്കിൽ ചക്കക്കുരു വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇത് കല്ലിച്ച് പോകാൻ ചാൻസ് ഉണ്ട് ചക്കക്കുരു. അപ്പം എന്താ നമ്മുടെ ചായയൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. അപ്പം മക്കൾക്കുള്ള ചായ മക്കൾ 3 പേരും കിടന്നുറങ്ങുവാണ് കേട്ടോ. രാത്രി എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ എന്താ ഞാൻ കുടിച്ചു. മകൾക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെച്ചു. നമ്മുടെ മാവ് ഒക്കെ റെഡിയാക്കിയാണ്. ഇന്ന് അപ്പം ഉണ്ടാക്കുമ്പോൾ ഏത് പരുവാകുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇന്നലെ വലിയൊരു മണ്ടത്തരം പറ്റി കേട്ടോ. ഞാൻ തേങ്ങയും കാര്യങ്ങൾ എല്ലാം അയച്ചു. ചോറ് അരയ്ക്കാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഇനി എന്താവുമെന്ന് അറിയത്തില്ല. നമുക്ക് ഉണ്ടാക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ഇനി ഏത് പരുവത്തിൽ ഇന്ന് അപ്പം ഇരിക്കുമെന്ന്. അപ്പോൾ എന്താ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ മുറ്റത്തേക്ക് ഒന്നിറങ്ങി കേട്ടോ. അത്യാവശ്യം അടുക്കളയിൽ അപ്പോഴാണ് നമ്മളിതാ ഈ കാഴ്ച കണ്ടത് കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുട്ടായിരുന്നേ. ഇന്നിപ്പോൾ അതെല്ലാം വിരിഞ്ഞ് നേരത്തെ ഒരു കൊല വിരിഞ്ഞു, പിന്നെ ഒരു കൊല മുട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം വിരിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പളങ്ങയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. എൻ്റെ വാവാച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കൂടെയാണ് കേട്ടോ കപ്പളങ്ങാപ്പഴം. അപ്പോൾ ഞാനതെപ്പോഴും പോകാതെ അത് എടുത്ത് വെക്കാറുണ്ട്. അതിനുശേഷം എന്താ നമ്മൾ പിന്നെയും വീണ്ടും നമ്മുടെ ഈ കൊല്ലത്തെ പ്രാവശ്യം പോട്ട് പറക്കാൻ തുടങ്ങി. നമ്മൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ചുമ്മാ പറക്കിക്കൊണ്ട് വിൽക്കുകയാണ്. ഈ പ്രാവശ്യം ജ്യൂസായിട്ട് അടിച്ചാണ് വിൽക്കുന്നത്. അപ്പോൾ ഇത് മെട്ടിലേക്ക് കച്ചവടത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പറക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ വന്ന വഴിക്ക് കുറച്ച് കാന്താരിയും കൂടെ നമ്മൾ പറിച്ചെടുക്കാൻ നിന്നാൽ അപ്പോൾ തണ്ടൊടിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ ആ തണ്ടോടെ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. വന്ന വഴിക്ക് നോക്കുമ്പോഴോ നമ്മുടെ കറണ്ട് ബില്ല് എടുക്കുന്നു.
അപ്പോൾ കൊണ്ടുവച്ചത് എപ്പോഴാണെന്ന് കണ്ടില്ല കേട്ടോ. ഇതാ നമ്മുടെ കറണ്ട് ബില്ല് ഇച്ചിരി ആയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം 560 രൂപ ആയിട്ടുണ്ട് കേട്ടോ. 531 42 എങ്ങുണ്ടെന്ന് തോന്നുന്നു. 500 അല്ല 652 രൂപ ആയിട്ടുണ്ട് കേട്ടോ. എന്ത് കാണിച്ചിട്ടാണ് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ഉപയോഗം ഒന്നും ഇല്ലാതാണ്. അപ്പോൾ എന്താ നമ്മൾ ബ്രാഷൻ പൂട്ടും കാന്താരി എല്ലാം കൊണ്ട് വെക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് അതാ നമ്മുടെ കുക്കറിലാണ് നമ്മൾ വെച്ചത്. ഫിസിലടിച്ചൊക്കെ നല്ല വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് വാങ്ങി വെച്ചു. അപ്പോൾ ഈ അരപ്പിൻ്റെ ഞാൻ പറഞ്ഞ റെസിപ്പി ആയിട്ട് നമ്മൾ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അരപ്പിൽ എന്തൊക്കെയാണ് എടുത്തതെന്ന് നമ്മൾ കാണിക്കാത്തത്. അപ്പം എന്താ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ കറി റെഡിയാക്കുന്നുണ്ട്. ഇത് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ ഇത് പീരയും വെള്ളവുമായിട്ട് മാറി മാറി പോകും. അതുപോലെ തിളക്കരുത്. നന്നായി ചൂടായി വാങ്ങി വെച്ചാൽ മതി കേട്ടോ. തേങ്ങ അരയ്ക്കുന്ന ഏത് കറിയാണെങ്കിലും ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് വാങ്ങിയെടുക്കണം. അടിപൊളി കറിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളി കറിയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ചൂടായൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഒന്ന് ഇളകിയൊക്കെ കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഒന്ന് ശരിക്കൊന്ന് ചേർക്കാം. അപ്പോൾ നമ്മൾ നന്നായി ചൂടായപ്പം വാങ്ങി വെച്ചു. അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഞാൻ എന്താ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളറാകില്ലേ ആ രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കറിവേപ്പിലയും വത്തൽമുളകും കൂടെ ഇട്ട് വാങ്ങി എടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടല്ലേ, ഉള്ളി ഒരുവിധം മൂത്തപ്പോൾ വത്തൽമുളക് ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുമ്പ് പറഞ്ഞിട്ടില്ല, കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്തോട് കൂടി നമ്മളിത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾക്ക് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ, നല്ല അടിപൊളി കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് കടുക് പൊട്ടിച്ചതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞോട്ടെ, ഒരു ഉണക്കമീൻ കറി കാണുമ്പോൾ എല്ലാം ഓർക്കും കടിച്ചോ, ഉണക്കമീൻ ഇല്ലായിരുന്നു, ഉണക്കമീൻ ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ അപ്പം ചൂടാൻ നിന്നു കേട്ടോ. അപ്പം ചുട്ടും വലിയ കുഴപ്പമില്ല, എന്നാൽ വലിയതായിട്ട് കിഴുത്തകൾ ഇങ്ങനെ വീഴുമല്ലോ. അത്യാവശ്യം കിഴുത്തകളൊക്കെ വീണു, ഒരുപാട് കിഴുത്തകൾ വീണില്ല എന്നാണ് കേട്ടോ. എന്നാലും നമ്മൾ അപ്പമൊക്കെ ചുട്ട് റെഡിയാക്കി നമ്മൾ അടുക്കളയുടെ കോലം കണ്ടില്ലേ, ഒരുപാട് പാത്രങ്ങളായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഒന്ന് കഴുകി പറിച്ചെടുക്കണം. നമ്മൾ വൈകിട്ടെല്ലാം ഒതുക്കി വെച്ചിട്ടാണ്, ഇപ്പോഴത്തെ രാവിലെ എല്ലാം എടുത്താണ് കേട്ടോ. പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇച്ചിരി വെട്ടം കുറവായി തോന്നുന്നു കേട്ടോ. ഇനി വേറെ ബൾബ് സെറ്റ് ചെയ്യണം. അതല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. ബൾബിന് എന്തോ സംഭവിച്ചപ്പോൾ അടുക്കളയിൽ തീരെ വെട്ടം ഇല്ലാതെ തുടങ്ങി. അപ്പോൾ നമ്മൾ ബ്രാഷൻ പോട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ, നമ്മളെ പഞ്ചസാര കൊണ്ടുവന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അടിച്ചു കൊണ്ട് പോകാൻ നോക്കണം. പഞ്ചസാര പൊടിച്ച് എടുക്കുന്ന റെഡിയാക്കി എടുത്ത് വെച്ചു. ഇനിയിപ്പം പഞ്ചസാര പൊടിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ ഇന്ന് ഉപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ, അതിട്ടു. പിന്നെ മോര് കലക്കാനുള്ള മോര് നമ്മൾ കുപ്പിയിൽ അടിച്ചെടുത്തു. എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ ഗ്ലാസ്. ഇനിയിപ്പം ചോറ് ഊറ്റാറായിട്ടുണ്ട്. ചോറും കൂടെ ഊറ്റി നമ്മൾ ഈ അടുക്കളയൊന്നും വൃത്തിയാക്കണം. മെയിൻ പരിപാടിയാണ് കേട്ടോ. ഇനി ഇതെല്ലാം ഒതുക്കി പറക്കി വെച്ചതിന് ശേഷം അടുക്കള വൃത്തിയാക്കൽ. പാത്രം ഒരു കൂനിയായി കേട്ടോ. അപ്പം ഇതെല്ലാം ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് കൊച്ചു ചെറുക്കായി കൊണ്ടുവന്ന് എനിക്ക് ഒരു കഷ്ണം ചക്കപ്പഴം കൊണ്ടുവന്നു കേട്ടോ. അന്നേരം തന്നെ ഞാൻ ഒരു കഷ്ണം ചക്ക എടുത്ത് തിന്ന് നോക്കി. നല്ല അടിപൊളി മധുരമായിരുന്നേ. അപ്പോൾ ഒരു കഷ്ണം ചക്ക കൊണ്ട് ആരാണെങ്കിലും ഒന്ന് കിള്ളിപ്പറിച്ച് തിന്നു പോകും അല്ലേ. അപ്പം അതിൽ നിന്ന് കിള്ളിപ്പറിച്ച് തിന്നതിന് ശേഷം ബാക്കി കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. കേട്ടോ നല്ല അടിപൊളി ചക്ക. നമ്മൾ വരിക്ക ചക്കയില്ലേ, ഈ തേൻ വരിക്ക, ആ ഒരു ചക്കയായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബക്കറ്റുകളിലും ഇതെല്ലാം എടുത്ത് പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ. നല്ല അടിപൊളി എല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാടക്കൂടാണ് കേട്ടോ. കാടകൾക്ക് തീറ്റ കൊടുക്കൽ, കാടക്കൂട് വൃത്തിയാക്കൽ, അങ്ങനത്തെ പരിപാടി കൂടെ ചെയ്തതിന് ശേഷം വേണം നമുക്ക് റെഡിയായിട്ട് കച്ചവടത്തിന് പോകാനാണ്.
മക്കളെ നേരത്തേക്ക് അഡ്മിഷൻ കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ അവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് കേട്ടോ. മക്കളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ആക്കിയിട്ടായിരുന്നു. 2 പേർക്കും നല്ല ഹൈ മാർക്കുണ്ട് കേട്ടോ. ഒരാൾക്ക് ഫുൾ A+ ഒക്കെ ഉണ്ട്, ഒരാൾക്ക് 8 A+ഉം ഒരു Aയും ഒരു B+ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത +1ലേക്കുള്ള അപേക്ഷ കൊടുക്കാനുള്ള ഇതിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ അപ്പവും കടലക്കറിയും നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറിയും. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അല്പം ചോറ് ഉണ്ണണം കേട്ടോ. അപ്പം ചോറിനാന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചോറ് വിളമ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പൈസകളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇന്നത്തെ ലോൺ അടയ്ക്കാനുള്ളതാണ്. പിന്നെ വായിലടിക്കാനുള്ള മരുന്നൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പ്ലേറ്റിലേക്ക് വിളമ്പി എടുത്ത് കേട്ടോ. കറിയും ചോറും ഒക്കെ ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കടിഞ്ചായ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.